നമസ്കാരം. രാഷ്ട്രപതി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ യൂണിയൻ തലവനാര്? രാഷ്ട്രപതി. ഇന്ത്യയുടെ യൂണിയൻ തലവനാര്? രാഷ്ട്രപതി. ഇന്ത്യൻ സായുധ സേനകളുടെ പരമാധികാരി ആര്? രാഷ്ട്രപതി. ഇന്ത്യൻ സായുധ സേനകളുടെ പരമാധികാരി ആര്? രാഷ്ട്രപതി. രാഷ്ട്രപതി ഭവൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി. രാഷ്ട്രപതി ഭവൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി. രാഷ്ട്രപതി നിലയം എവിടെയാണ്? ഹൈദരാബാദ്. രാഷ്ട്രപതി നിലയം എവിടെയാണ്? ഹൈദരാബാദ്. രാഷ്ട്രപതി നിവാസ് എവിടെയാണ്? ഷിംല. രാഷ്ട്രപതി നിവാസ് എവിടെയാണ്? ഷിംല. ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 52. ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 52. ഭരണകൂടത്തിന്റെ നിർവഹണ അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണെന്ന് പറയുന്ന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 53. ഭരണകൂടത്തിന്റെ നിർവഹണ അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണെന്ന് പറയുന്ന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 53. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന രീതി പറയുന്ന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 54. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന രീതി പറയുന്ന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 54. തെരഞ്ഞെടുപ്പ് രീതി വിശദീകരിക്കുന്ന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 55. തെരഞ്ഞെടുപ്പ് രീതി വിശദീകരിക്കുന്ന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 55. രാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷം? 5 വർഷം. രാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷം? 5 വർഷം. ആർട്ടിക്കിൾ 56. രാഷ്ട്രപതിയെ വീണ്ടും തിരഞ്ഞെടുക്കാമോ? തിരഞ്ഞെടുക്കാം. ആർട്ടിക്കിൾ 57 പ്രകാരം. രാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമം ഏത് അനുച്ഛേദത്തിൽ? ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെന്റ്. രാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമം ഏത് അനുച്ഛേദത്തിൽ? ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെന്റ്. രാഷ്ട്രപതിക്ക് ഇംപീച്ച്മെന്റ് നൽകാൻ മുൻപ് എത്ര ദിവസം നോട്ടീസ് വേണം? 14 ദിവസം. രാഷ്ട്രപതിക്ക് ഇംപീച്ച്മെന്റ് നൽകാൻ മുമ്പ് എത്ര ദിവസം നോട്ടീസ് വേണം? 14 ദിവസം. രാഷ്ട്രപതി പാർലമെന്റിനെ പ്രത്യേകമായി അഭിസംബോധന ചെയ്യുന്നത് ഏത് അനുച്ഛേദ പ്രകാരം? ആർട്ടിക്കിൾ 87. രാഷ്ട്രപതി പാർലമെന്റിനെ പ്രത്യേകമായി അഭിസംബോധന ചെയ്യുന്നത് ഏത് അനുച്ഛേദ പ്രകാരം? ആർട്ടിക്കിൾ 87. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? പാർലമെന്റിലെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്ന്. പാർലമെന്റിലെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്ന്. രാഷ്ട്രപതിക്ക് ക്ഷമാധികാരം ഏത് അനുച്ഛേദത്തിൽ? ആർട്ടിക്കിൾ 72. രാഷ്ട്രപതിക്ക് ക്ഷമാധികാരം ഏത് അനുച്ഛേദത്തിൽ? ആർട്ടിക്കിൾ 72. ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പറയുന്ന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 63. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പറയുന്ന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 63. രാജ്യസഭയുടെ അധ്യക്ഷനാര്? ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ അധ്യക്ഷനാര്? ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ രണ്ടാമത്തെ പൗരനാര്? ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ രണ്ടാമത്തെ പൗരനാര്? ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും, 12 നോമിനേറ്റഡ് അംഗങ്ങൾ ഉൾപ്പെടെ. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും. ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷം? 5 വർഷം. ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷം? 5 വർഷം. ഉപരാഷ്ട്രപതി അഭാവത്തിൽ രാജ്യസഭയിൽ ആരാണ് അധ്യക്ഷൻ? രാജ്യസഭ ഉപാധ്യക്ഷൻ. ഉപരാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാജ്യസഭയിൽ ആരാണ് അധ്യക്ഷൻ? രാജ്യസഭ ഉപാധ്യക്ഷൻ. ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്. സംസ്ഥാനത്തിന്റെ തലവനാര്? ഗവർണർ. സംസ്ഥാനത്തിന്റെ തലവനാര്? ഗവർണർ. ഗവർണർ സംബന്ധിച്ച അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 153. ഗവർണർ സംബന്ധിച്ച അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 153. ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഗവർണറുടെ കാലാവധി എത്ര വർഷം? 5 വർഷം. ഗവർണറുടെ കാലാവധി എത്ര വർഷം? 5 വർഷം. നിയമസഭയുടെ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതും പിരിച്ചുവിടുന്നതും ആര്? ഗവർണർ. നിയമസഭയുടെ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതും പിരിച്ചുവിടുന്നതും ആര്? ഗവർണർ. നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നതാര്? ഗവർണർ. നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നതാര്? ഗവർണർ. ഗവർണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് പ്രസിഡന്റ് റൂൾ ഏർപ്പെടുന്നത് ഏത് അനുച്ഛേദ പ്രകാരം? ആർട്ടിക്കിൾ 35. ഗവർണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് പ്രസിഡന്റ് റൂൾ ഏർപ്പെടുത്തുന്നത് ഏത് അനുച്ഛേദ പ്രകാരം? ആർട്ടിക്കിൾ 35. ഇന്ത്യയിലെ രാഷ്ട്രപതിമാരുടെ ഉപരാഷ്ട്രപതിമാരുടെയും പേരുകൾ കാലക്രമത്തിൽ കൊടുക്കുന്നു. ഇന്ത്യയിലെ രാഷ്ട്രപതിമാർ. പ്രസിഡന്റ്സ് ഓഫ് ഇന്ത്യ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1950 മുതൽ 1962. ഡോക്ടർ സർവപള്ളി രാധാകൃഷ്ണൻ 1962 മുതൽ 1967. ഡോക്ടർ സക്കീർ ഹുസൈൻ 1967 മുതൽ 1969. വിവേകാനന്ദൻ ഗിരി വി ഗിരി 1969 മുതൽ 1974. ഫക്രുദ്ദീൻ അലി അഹമ്മദ് 1974 മുതൽ 1977. നീലം സഞ്ജീവ് റെഡ്ഡി 1977 മുതൽ 1982. ഗ്യാനി സൈൽ സിംഗ്
1982 മുതൽ 1987. ആർ വെങ്കടരാമൻ 1987 മുതൽ 1992. ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ 1992 മുതൽ 1997. കെ ആർ നാരായണൻ 1997 മുതൽ 2002. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം 2002 മുതൽ 2007. പ്രതിഭ പാട്ടിൽ 2007 മുതൽ 2012. പ്രണബ് മുഖർജി 2012 മുതൽ 2017. രാംനാഥ് കോവിന്ദ് 2017 മുതൽ 2020. ദ്രൗപദി മുർമു 2022 മുതൽ നിലവിൽ. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാർ, വൈസ് പ്രസിഡന്റ്സ് ഓഫ് ഇന്ത്യ. ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ 1952 മുതൽ 1962. ഡോക്ടർ സക്കീർ ഹുസൈൻ 1962 മുതൽ 1967. വി വി ഗിരി 1967 മുതൽ 1969. ജി എസ് പതക് 1969 മുതൽ 1974. ബി ഡി ജട്ടി 1974 മുതൽ 1979. എം ഹിദായത്തുള്ള 1979 മുതൽ 1984. ആർ വെങ്കടരാമൻ 1984 മുതൽ 1987. ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ 1987 മുതൽ 1992. കെ ആർ നാരായൺ 1992 മുതൽ 1997. കൃഷ്ണകാന്ത് 1997 മുതൽ 2002. ബൈരോൺ സിംഗ് ഷെഖാവത്ത് 2002 മുതൽ 2007. മുഹമ്മദ് ഹാമിദ് അൻസാരി 2007 മുതൽ 2017. എം വെങ്കയ്യ നായിഡു 2017 മുതൽ 2022. ജഗ്ദീപ് ധൻകർ 2022 മുതൽ 2025. ജൂലൈ 2025 വരെ. സി പി രാധാകൃഷ്ണൻ 12 സെപ്റ്റംബർ 2025 മുതൽ. കേരള ഗവർണർ പി എസ് റാവു അധികാരവാഹി നവംബർ 1, 1956 മുതൽ നവംബർ 21, 1956 വരെ. ബി രാമകൃഷ്ണ റാവു നവംബർ 22, 1956 മുതൽ ജൂലൈ 1, 1960. വി വി ഗിരി ജൂലൈ 1, 1960 മുതൽ ഏപ്രിൽ 2, 1965. പി സദാശിവം 2014 മുതൽ 2019. ആരിഫ് മുഹമ്മദ് ഖാൻ സെപ്റ്റംബർ 6, 2019 മുതൽ ജനുവരി 1, 2025. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ജനുവരി 2, 2025 മുതൽ നിലവിൽ. താങ്ക് യു.